കോമഡിയുടെ പൂരക്കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് കോമഡി മാസ്റ്റർ. നിങ്ങൾ എത്ര പേർക്ക് പാട്ട് പാടാൻ ഇഷ്ടമുണ്ട്? പാട്ട് പാടാൻ ഇഷ്ടമാണ്. നമ്മള് പാടുന്ന കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ല. അല്ലെ, തോന്നലാ. പക്ഷെ ഞാൻ പാട്ട് പാടും. എനിക്ക് പുല്ലാണ് ആര് കേട്ടാലും. ഞാൻ പാടും, ഞാൻ ഇരുന്ന് പാടുമല്ലോ. അതെ ചേച്ചി, എന്നാ ചേച്ചിയിൽ നിന്ന് നമുക്ക് തുടങ്ങാതെ ഏതെങ്കിലും ഒരു പാട്ട്. എന്നിട്ട് ഞാൻ അതെ, നേരത്തെ അങ്ങനെ പറഞ്ഞാണ്. പെട്ടെന്ന് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാട്ടായിരിക്കും? അതൊക്കെ പാടും, കൊള്ളാം. പക്ഷെ നിർത്തൂല പാടിയ. ये जिंदगी उसी की है जो किसी का हो गया, प्यार ही में खो गया. ये जिंदगी उसी की है. വാദത്തിന്റെ വേദന, വാദത്തിന്റെ ചേട്ടാ, അല്ല 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 അല്ല, അത് കഴിയുമ്പോ വീണ്ടും വേണം. ഗംഭീരം. എനിക്കൊന്ന് ഇത് നന്നായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു സ്റ്റുഡിയോയിൽ പോയി പാടിക്കഴിഞ്ഞാ കുറച്ചും കൂടെ ആ ഒരു എഫക്റ്റീവില് കേൾക്കാൻ പറ്റും അല്ലേ? പിന്നെ നമുക്ക് എന്നാ സ്റ്റുഡിയോയിൽ പോയാലോ? സ്റ്റുഡിയോ വരട്ടെ. സ്റ്റുഡിയോ മാത്രല്ല, ഇവിടെ ഒരു കമ്പോസർ ഉണ്ട്, മ്യൂസിക് കമ്പോസർ ഉണ്ട്, പാട്ടുകാരുണ്ട്. വിളിക്കട്ടെ അവരെയൊക്കെ. മക്കളെ കേറി വാ. അടിപൊളി. ഇതാണ് മധുരവലു സാറിന്റെ സ്റ്റുഡിയോ. ആദ്യമായിട്ട് ഞാൻ ഇത്ര വലിയൊരു സ്റ്റുഡിയോ ആണെന്നേ. മധുരവലു സാറിന്റെ അടുത്ത സിനിമയിലെല്ലാം നിനക്ക് ചാൻസ് കിട്ടിയാ നീ രക്ഷപ്പെട്ടു. ഓ, പിന്നെ ആള് തമിഴിലാണ് കേട്ടോ. അമ്മാവ്, എനിക്ക് തമിഴൊന്നും അറിയത്തില്ല. അതിനല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഭാഗ്യം. എനിക്ക് തമിഴ് അറിഞ്ഞൂടെ? ആൾക്ക് കുറച്ച് മലയാളമൊക്കെ അറിയാം. നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വീട്ടുകാരെ കുറിച്ചെല്ലാം ചോദിക്കുകയാണെങ്കിൽ എല്ലാ സംഗീതമായിട്ട് ബന്ധപ്പെട്ട ആളെന്നേ പറയാവൂ. അച്ഛനെ കുറിച്ച് ചോദിച്ചാൽ ത്യാഗരാജ മാസ്റ്റർ ഇപ്പൊ സംഗീത കച്ചേരിക്ക് പോകുന്ന ആളെന്ന് പറഞ്ഞാൽ മതി. അല്ല, അത് മറ്റേ സിനിമയിൽ സ്റ്റണ്ട് ഒക്കെ ചെയ്യുന്ന ആളല്ലേ? പിന്നെ അയാളെ പേരിൽ സംഗീത കച്ചേരിയാണ് ആര്? ത്യാഗരാജ സ്വാമികളെ കച്ചേരിക്ക് പോണെന്ന് പറഞ്ഞാൽ. പിന്നെ അമ്മയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ സ്കൂളിലെ സംഗീത ടീച്ചർ എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ കോഴിക്കടയിൽ ഇറച്ചി തൂക്കി വിൽക്കണമെങ്കിൽ ചാച്ചിയൊന്നും ചെന്ന് പറഞ്ഞ് കളയല്ലേ. പിന്നെ എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഫ്യൂഷനൊക്കെ പോകുന്ന ആളെന്ന് പറഞ്ഞാൽ മതി. അയ്യേ അമ്മാവ, ഈ പ്രായത്തില് ട്യൂഷൻ ഒന്നും പോകുന്ന പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല. എന്റെ പൊന്നു മരം കുത്തി, ട്യൂഷൻ അല്ല ഫ്യൂഷൻ. ചെണ്ടയിൽ നടക്കുന്ന പിയാനോ വായിക്കൂലേ? ഇത് പിയാനോ അല്ലല്ലോ, ഇതല്ലേ വയലിങ്. പോരെ. എന്റെ അമ്മാവ തമിഴ് അറിയാണ്ട് ഇവിടെ കിടന്ന് മെഴുകാനാണോ പാവം? എടി, തമിഴ് പഠിക്കാൻ സിമ്പിൾ ആണ്. തമിഴില് എന്ത് ചോദിച്ചാലും നീ ആമ ആമാന്നങ്ങ് പറഞ്ഞാ മതി. നമ്മളെ തോട്ടി കിടക്കണ ആമയാന്നാ? തോട്ടി കിടക്കണ ആമ അവിടെ കിടക്കും. ഇതല്ല, തമിഴിലെ ആമ. തമിഴിലെ ആമ എന്ന് പറഞ്ഞാൽ അതേ അതേ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എന്ത് ചോദിച്ചാലും ആമ ആമ ഒന്ന് പറഞ്ഞേ. ആമ ആമ. എടി, നീ തമിഴത്തിയായി. അമ്മാവനെന്ന് പറഞ്ഞേ. ആമ ആമ. ഇതോ പുള്ളി വരുന്നു തോന്നുന്നു. யாரு? ஆமா. உங்க பேர் என்ன? ஆமா ஆமா. உனக்கு பதியுமாடா? ஆமா 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 ஆமா. ഇതെന്റെ മരുമകളാമ്മ, ഞാൻ അവളുടെ മാമനാമ്മ. നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന ആമകളാ. അല്ല, ആമാ ആമാ ആമാ. ഓ, കേരള ചാൻസ് കേട്ട് വരിയാ. ജീവിതത്തിൽ ഇന്നേ വരെ പാൻസ് ഇടാത്ത ഞാൻ എന്തിനാ കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് സാറിനെ പാൻസ് വാങ്ങിക്കുന്നത്? ചാൻസ് അതെന്തോന്നു? നിങ്ങൾ എന്താ ഇങ്ങോട്ട് വന്നേ? ചാൻസ് കേട്ട്. അതാണ് ചോദിച്ചത്. അവസരം ചോദിച്ചു വന്നാണോന്ന് ചോദിച്ചേ. അവസരം? എങ്കിൽ ആമാമാമ ഒരു ലോഡ് ആമ. ക്ഷമിക്കണം, ഞാൻ ഊറ് പോരി. എങ്കിലും ഒരു വള്ളി വെച്ച് ടൈറ്റ് ആയിട്ട് കെട്ടി വെച്ചാൽ അത് ഊരി പോവില്ല. അയ്യോ, അതല്ല, ഞാൻ നാട്ടിൽ പോകുകയാണെന്ന്. ആണോ? എനിക്ക് ഒരു 2 ദിവസം സമയം തരണം. 2 ദിവസോ? അല്ല, 2 മണിക്കൂർ സമയം തരണം. ഇതാണ് എന്റെ മരുമകൾ. ഇവള് നന്നായിട്ട് പാടും. പിന്നെ എന്റെ മരുമകളായോണ്ട് പറയുമല്ല, ഇവളെ പാട്ട് കേട്ടാ തളർന്നു നടക്കുന്നവർ എണീറ്റ് വന്ന് അടിക്കും, കൈയടിക്കും. പിന്നെ ചെറുപ്പം മുതലേ ഞാൻ അവളെ പാട്ട് പഠിപ്പിച്ചതുകൊണ്ട് ഇവൾ ശ്രുതി തെറ്റാതെ പാത്രം കഴിവും മുറ്റം അടിച്ചു വരുന്നു. പാട്ട് പാടും, താളം പിടിക്കും, ഡാൻസ് കളിക്കും. മതി. പാട്ട് പാടാൻ കഴിഞ്ഞത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാ. അത് കറക്റ്റാ, പക്ഷെ അതവക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുള്ളൂ. പേരെന്തുവാ? കാദംബരി. അത് രാഗമല്ലേ? ഇതൊരു രോഗമല്ലേ? കീർത്തനമൊക്കെ അറിയോ? കീർത്തനാൻ അറിയാവോ? ഇത് നോക്കിയാണ് ഈ തോർത്തിന് ഈ ഗതി വരുത്തിയത് ആരെന്നറിയാമോ? അവള് കീറി അലങ്കോലാക്കി
വെക്കും. കൊടുത്തൊരു തുണി കൊടുത്തു നോക്ക്. അയ്യോ അതല്ല, തുണി കീറുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്. മോൾക്ക് സംഗീതത്തിലെ കീർത്തനമൊക്കെ അറിയോന്ന്. സാറ് ചോദിക്കണ്ടില്ലേ? പറ ആമക്കറ ഇങ്ങോട്ട് വളമ്പണ്ട അങ്ങോട്ട് വളമ്പ. ഞാൻ നാട്ടില് ഗാനമേളക്കൊക്കെ പാടാൻ പോയിട്ടുണ്ട്. ആണോ? സംശയം ഉണ്ടെങ്കിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചോദിച്ചാൽ മതി. അവിടെ വരുന്ന പ്രോഗ്രാം? അയ്യോ അല്ലല്ല, നമ്മളെ ഗാനമേള കഴിയുമ്പോ നാട്ടുകാരുടെ അടുത്ത് ഇടപെടക്കം കാരണം നമ്മൾ അവിടെയാണ് അഡ്മിറ്റ് ആയി കിടക്കാറ്. വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, തനിക്ക് സംഗീതത്തെ പറ്റി ഒരു മണ്ണാങ്കട്ട അറിയത്തില്ല. എനിക്കോ? 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 അതങ്ങനെ ഒറ്റയടിക്ക് മനസ്സിലായി. എന്നങ്ങനെ പുച്ഛിക്കാന്ന് വേണ്ട. ഞാനേ ബിജു നാരായണോട് ഒരുപാട് സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട്. ആണോ? എത്ര സിനിമകളിൽ പാടി. എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരോ പ്ലീസ്? പാടിത്തരാം. അമ്മാവ എത്ര കട്ടയ്ക്ക് പാടുന്നേ? 2 സിമന്റ് ഒട്ടയ്ക്ക് പാടിയാ മതിയോ? ഫോട്ടോ എടുത്ത് വെച്ചിരും. സോറി. കേളി മിഥുനം രദിനം കാക്കു കാക്കു ചിക്കും. ആ കാക്കോ ഞാനാണ് പാടിയത്. ഇവിടെ കിടക്കുന്ന കാക്കുക്കെ കൂടെ എടുത്തോണ്ട് പോണം കേട്ടോ. പിന്നെ മോളെ, ഞാൻ ഇനി ചെയ്യാൻ പോണ പടം കന്നഡ പടമാണ് കേട്ടോ. അതിൽ വേണമെങ്കിൽ ഈ കുട്ടിക്ക് പാടാനുള്ള ഒരു അവസരം ഞാൻ തരാം. ആണോ? സാറിന് പുണ്യം കിട്ടും. അല്ല, പുണ്യം കിട്ടും. സാറേ, ആ കന്നഡ സിനിമയുടെ പേരെന്താ? കിലോ സവാളാലോ കാക്കിലോ. അപ്പൊ നായകന് പച്ചക്കറി കച്ചവടമാണല്ലേ? നായിക ചിക്കൻ ബോക്സ് വന്ന് മരിച്ചു കിടക്കുമ്പോ നായകൻ സങ്കടത്തോടെ പാടുന്നൊരു പാട്ടുണ്ട്. അതേതാ പാട്ട്? ചിക്കലു ചിക്കൻ ബോക്സലു ചിക്ക വന്ന് ചത്തുപോകലു. ചിക്കലു ചിക്കൻ ബോക്സലു ചിക്കൻ വന്ന് ചത്തുപോകലു. എവർ നായികെ പ്രാണലു പ്രാണിയാകലു. എവർ നായികെ പ്രാണലു പ്രാണിയാകലു. ചിക്കലു ചിക്കൻ ബോക്സലു ചിക്ക വന്ന് ചത്തുപോകലു. ചിക്കലു ചിക്കൻ ബോക്സലു ചിക്ക വന്ന് ചത്തുപോകലു. അങ്ങനെ ചിക്കൻ ബോക്സലു ചത്തുപോകലു. ആ സിനിമ എങ്ങനെയുണ്ടല്ലേ പാട്ട്? 3 പൊറോട്ടയും ചിക്കനും കഴിച്ച ഫീല്. അല്ല കൊള്ളാം. എടോ, എന്റെ പാട്ട് കേൾക്കുമ്പോ തന്നെ ആദ്യം കയറി ഫീൽ അടിക്കും, പിന്നെ ചൂലെടുത്തടിക്കും. എന്തോ ഫീൽ അടിച്ചെങ്ങാലും മരിച്ചു പോയാലോ? താൻ എന്നെ കളിയാക്കിയാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്റെ സിംഫണി കണ്ടിട്ട് സായപ്പന്മാർ വരെ എണീച്ചെന്ന് കൈ അടിച്ചിട്ടുണ്ട്. ആഹാ, അപ്പൊ ഇന്റെ കൂടെ സിമന്റ് അടിക്കാൻ പോകുന്നിറങ്ങിയ എന്റെ പൊന്നാര അമ്മാവ, സിംഫണി എന്ന് പറഞ്ഞ സ്റ്റേജ് പെർഫോമൻസ് എന്നാ. ആണോ? സോറി, എനിക്ക് സ്റ്റേജ് പെർഫോമൻസ് ആണ് സിംഫണി എന്ന് അറിഞ്ഞൂടായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങ് മലത്തിയേനെ. അല്ല, ഏത് രാജ്യത്തായിരുന്നു? റഷ്യ. എന്തിനാ എന്റെ അടുത്ത് ദേഷ്യം? ഞാൻ ഏത് രാജ്യത്തെന്നല്ലേ ചോദിച്ചോളൂ. എടോ, അതല്ലേ പറഞ്ഞ റഷ്യ. അടുത്ത മഞ്ഞുകാലത്ത് അവരെന്നെ വീണ്ടും പ്രോഗ്രാമിന് ക്ഷണിച്ചിട്ടുണ്ട്. ഹിമക്കരടിക്ക് തിന്നോട്ട് കൊടുക്കാനല്ലേ? ഹരിമുരളീരമൊക്കെ പാടുന്നുണ്ടോ എന്ന് ചോദിക്കുക. അതങ്ങനല്ലോ, ഹരിമുരളീരണം അല്ലേ? ഞാൻ പേര് പറയൂല. അതെന്ത്? ഞാനും ഹരിയായിട്ട് ഉടക്കാം. എനിക്കവന് ഇഷ്ടമില്ല, അല്ലാതെ നാക്ക് തിരിഞ്ഞാത്തൊന്നും അല്ല. ഈ കേരളത്തിൽ ഇത്രയും മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് എന്റെ അടുത്തോട്ട് വന്നത്? അവിടെ എല്ലാരെയും വെറുപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ? എന്തോന്ന്? അല്ല, അവിടെയൊക്കെ പഠിച്ചെന്തിനാ? അതുകൊണ്ടല്ലേ കള്ളവണ്ടി കയറി ഇങ്ങോട്ട് വന്നത്. കള്ളവണ്ടിയോ? അല്ല, കാളവണ്ടി കാളവണ്ടിയോ? അല്ല, വണ്ടിക്കാളയാ. വണ്ടിക്കാളെ ഇനി ചോദിക്കരുത്, ഞാൻ പിന്നെ ബ്ലണ്ടറും വിളിച്ചു പറയും. അല്ല, എന്റെ അമ്മ ഒന്നും മാറില്ലേ? ഞാനിവിടെ റെസ്റ്റ് എടുത്തോളാം, നിങ്ങൾ പാടിക്കോ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്തിനാന്നറിയോ സാറേ? ഈ തമിഴിലൊക്കെ പാടിയ പെട്ടെന്ന് പാനിതിനും പ്ലേ ബാക്ക് സിംഗർ ആവാലോ എന്ന് ആഗ്രഹിച്ചു വന്നതാ സാറേ. എന്തോന്ന്? അല്ല, പ്ലേ ബാക്ക് സിംഗർ ആവണോന്ന്. എന്തോന്ന്? പ്ലേ ബാക്ക് സിംഗർ ആവണോന്ന്. അതിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇവിടെ വരെ വണ്ടിക്കൊല്ലും പിടിച്ച് ഇവിടെ വന്നത്. നീ പ്ലേ ബാക്ക് സിംഗർ ആവണോ? നീ പ്ലേ ഫ്രണ്ട് സിംഗർ ആയാ മതി. സാറേ, ഈ പുതിയ പാട്ടുകളെക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ പഴയ പാട്ടുകൾ കേൾക്കാനാ. സത്യം. അതെ, ഈ പഴയ പാട്ടിന് അത്ര ഫീൽ ഒന്നും ഈ പുതിയ പാട്ടിന് ഇല്ലാന്നേ. ശരിക്കും ഈ പഴയ പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. ഉദാഹരണം നമ്മുടെ പറ്റിയ പാട്ടുണ്ടല്ലോ, ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാട രാത്രിയിൽ പോയിരുന്നു. ആരും കൊതിക്കാത്ത അന്യനെ പോലെ ഞാൻ ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ. ഇതിനായിട്ട് 2 പാട്ടില്ലേ? അല്ല,
സാറിന് സമയാവൂന്ന് പറഞ്ഞ് നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് പാടി. പറഞ്ഞിടയ്ക്ക് കയറി അമ്മ എന്തിനാ പാടുന്നേ? വായി ഓരോന്ന് കേറി വരണം. ഇനി മിണ്ടരുത്. എടി ഇത് എന്റെ കുഴപ്പമില്ല, ഈ ലിറിക്സിന്റെ പ്രശ്നമാണ് സാർ. അല്ലെങ്കിൽ തന്നെ ഈ പഴയ പാട്ടുകളൊക്കെ കേട്ടാൽ നമ്മൾ കൂരിത്തരിച്ച് ആ ലിറിക്സ് നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അതിനൊക്കെ ഈ പുതിയ പാട്ട് കുറെ പാട്ടുണ്ടല്ലേ. ഇപ്പൊ ഒരു പുതിയ പാട്ട് ഇറങ്ങിയില്ല, ഹേ ബനാനി ഒരു പൂ തരാമോ. അതിനെന്ത് കുഴപ്പം? അതിന് കുഴപ്പമേ ഉള്ളൂ. ഹേ ബനാന എങ്ങനെ പൂ തരും? ബനാന കായലേ തരുന്നത്. അപ്പൊ ഈ പാട്ട് ഇങ്ങനെയല്ലേ പാടാൻ, ഹേ ബനാനെ ഒരു കിലോ കാ തരാമോ. ഇപ്പൊ എന്ത് ഫീല്. പിന്നെ വേറൊരു പാട്ടുണ്ട് ARM സിനിമയിലെ ടൊവിനോ അഭിനയിച്ച സിനിമ. ആ സിനിമയിൽ ഒരു പാട്ടുണ്ട്, അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ആ ചോര കൺമുയൽ. അല്ല ഇതിനിപ്പോ എന്ത് കുഴപ്പം? നമ്മൾ മൈക്രോസ്കോപ്പ് ഇട്ട് സൂം ചെയ്ത് നോക്കിയാലും കാണാത്ത ചോരപ്പാട് അങ്ങനെ എത്തിരി പോകുന്ന ഈ മുയല് കണ്ട്. ലിറിക്സ് ഒക്കെ എന്ത് ലിറിക്സ് ആണ്. പിന്നെ ആ സിനിമ തന്നെ ഈ പാട്ടിന്റെ ബാക്കിയുണ്ട്, ഇങ്ങ് നീല തുരുത്തില് നീൽപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ. ഇതിനെന്ത് കുഴപ്പം? നീലാം സ്ട്രോങ്ങിന് ശേഷം ചന്ദ്രൻ ഇതുവരെ ആരും പോയിട്ടില്ല. അതിനെ വിട്ടു തരൂല. പിന്നെ എങ്ങനെ ഈ ആമ പോയി? ഈ ആമ എങ്ങനെ പോയി? ആമയ്ക്ക് വണ്ടിക്കൂലി ആര് കൊടുത്ത്? നിങ്ങളാണോ എഴുതിയതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനല്ല എഴുതിയത്. അതെന്ത്? എനിക്ക് എഴുത്തും വായന അറിഞ്ഞൂടാ. പിന്നെ ഈ ഇടയ്ക്ക് ഒരു പാട്ട് ഇറങ്ങി, അതിന്റെ ലിറിക്സ് എനിക്ക് കുറെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിന്റെ ട്യൂണിങ് എത്ര പോരാ. അതെന്ത്? എടി മറ്റേ പാട്ട് പാടിക്കൂടെ, പുഷ്പയുടെ ഫീലിങ്സ്. ആ പുഷ്പയുടെ സോങ്. ആ മല്ലിക ബാണന്റെ അമ്പുകളോ കൺമുന്ന തുമ്പുകളോ അമ്പിളി പൂന്നിലെ നമ്പുകളോ പുഞ്ചിരി തുമ്പികളോ. എന്ത് പാട്ടിത്? ലിറിക്സ് പിന്നെയും കുഴപ്പമില്ല, പക്ഷെ ഈ ട്യൂണിങ് കൊള്ളൂല. അതുകൊണ്ട് ഞാൻ തന്നെ കമ്പോസ് ചെയ്തൊരു ട്യൂണിങ് ഉണ്ട്. അപ്പൊ നിങ്ങക്ക് വിരോധമില്ലെങ്കിൽ അത് ഞാൻ പാടാം. പെട്ടെന്ന് കേൾപ്പി. ശരി 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 പാടിത്തരാം. മല്ലിക ബാണന്റെയോ അമ്പുകളോ കൺമുന തുമ്പുകളോ, മല്ലിക ബാണന്റെയോ അമ്പുകളോ കൺമുന തുമ്പുകളോ, അമ്പിളി പുന്നില നമ്പുകളോ പുഞ്ചിരി തുമ്പികളോ, അമ്പിളി പുന്നില നമ്പുകളോ പുഞ്ചിരി തുമ്പികളോ. ബാലട്ട മോളല്ലേടി നിന്നെ ഞാൻ പാലത്തിൽ കണ്ടതല്ലേ, ബാലട്ട മോളല്ലേടി നിന്നെ ഞാൻ പാലത്തിൽ കണ്ടതല്ലേ, അമ്പിളി പുന്നില നമ്പുകളോ പുഞ്ചിരി തുമ്പികളോ. എടി നീ ഇപ്പൊ പാടിയ പാട്ട് എന്റെ അതേ ട്യൂണാണല്ലോ. അത് ആരുടെ എഴുതിയത്? അല്ല അത് മണിയേട്ടന്റെ ഹിറ്റായ നാടൻ പാട്ടാണ്. അല്ല ഇത് ഞാൻ ഇപ്പൊ കമ്പോസ് ചെയ്ത. അല്ല എന്തുവാ? അല്ല ഇത് ഞാൻ കമ്പോസ് ചെയ്യും മുമ്പ് ആര് റെക്കോർഡ് ചെയ്ത്? പോരെ. നിന്റെ പേരെന്തോ? അടിയോടി തൃക്കുടിത്താനം. നിന്റെ പേരിൽ അടിയോടി ഉള്ളോണ്ട്. അയ്യാ അയ്യാ അയ്യാ. സാർ എനിക്കൊരു കോറസും കൂടെ വേണം. എന്തിനി? ഇവിടെ കരയുമ്പോഴും ശ്രുതി തെറ്റിച്ചേ കരയുള്ളൂ. എല്ലാരും പോടാ അവിടുന്ന്. അമ്മാവാ എന്നെ അമ്മാവ ഒരു സന്തോഷമില്ലാത്ത? അമ്മാവൻ എടുത്ത് സ്കിറ്റ് ഫുള്ള് നന്നായി പാട്ട് പാടി അമ്മാവൻ. അതെ, ഈ അമ്മാവനും കൊള്ളായിരുന്നു. ഈ പാട്ടുകാരന്റെ ആ ഒരു ഫുൾ ലുക്ക് അല്ലെ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ചേച്ചി ശരിക്കും പാട്ട് പാടത്തില്ലയോ? ഒരു പാട്ട് കേട്ടാലോ? അങ്ങുവാനക്കോണില്ല പാട്. അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങ് നീല തുരുത്തില് നീൽപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ, ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത്. കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ നിഴിപൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. എടാ നീ റോപ്പ് ഡാൻസ് മാത്രല്ല, റോപ്പിക്കടെ ഡാൻസ് കളിച്ച് പാട്ട് പാടുവോ? അവനെ അടുത്ത വർഷം പോലെ അവന്റെ പരിപാടി തൂങ്ങിക്കിടന്ന് പാട്ട് പാടും. അത് നമുക്ക് ഇപ്പൊ തന്നെ കാണാം. നമ്മൾ അടുത്ത പെർഫോമൻസിലേക്ക് പോവാണ്. അളിയാ പിള്ളേരെ നമുക്കങ്ങ് പേടിപ്പിച്ചാലോ? പിന്നെ റോപ്പ് ഇടാൻ പറയട്ടെ? പിന്നെ അല്ല, അങ്ങ് ഇട്ടാ റോപ്പ് ഉണ്ടെങ്കിൽ വരൂ എങ്കിൽ ഞങ്ങളുടെ പയ്യൻ അടുത്ത പെർഫോമൻസ് എടുത്ത് ചെയ്യാൻ പോവാണ്.
അയ്യോ അടിപൊളി. ഓ അടിപൊളി. Excellent. ഓണ്ട് സൂപ്പർ അടിപൊളിയാ. കഴുത്തിലോ എന്റെ അമ്മേ എടാ. കേറി പോവാ. ഓ മെല്ലെ മെല്ലെ കഴിച്ചേ. ഓ സൂപ്പർ. എല്ലാരും ഞെട്ടിയിരിക്കുന്നത് നോക്കിയാ ആദി. ഇത്രയും കിടിലായിരിക്കും എന്നുള്ള പ്രതീക്ഷിച്ചില്ല അല്ലേ? സത്യം. ഈ മറ്റേ ഈ ചുറ്റിയിട്ട് മറ്റേ വിടൂലേ, അത് ഞാനും പേടിച്ചു. പേടിച്ചു. എനിക്ക് ഭയങ്കര ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര മോഹമുണ്ട്. വായോ. ഈ സ്റ്റുഡിയോയിൽ അത്ര ഒരു സ്ട്രോങ് ആയ ഒരു എന്താ പറയുക റോപ്പ് റെഡി ആയിട്ടില്ല. ഞാൻ വേണേ try ചെയ്യാം. പഠിച്ചു വരും ഒരു വർഷം ഏതെങ്കിലും ഒരു സമയം. എന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഇതാണ്. സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ സാധനങ്ങൾ വരുമ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള ആരോടെങ്കിലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇത് എനിക്ക് തോന്നുന്നു നോബിക്കാൻ കുറച്ചും കൂടി ഈസി. എന്നെ കെട്ടി കയറ്റും. അല്ലേ ചേച്ചി, അത് ബക്കറ്റ് ലിസ്റ്റ് അല്ല, ബക്കറ്റ് വെക്കേണ്ടി വരും. നോബി ചേട്ടനെ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടോ നോബി ചേട്ടാ? ഞാൻ പണ്ട് മിമിക്രി കളിക്കുന്ന സമയത്ത് സ്റ്റേജിന്റെ മണ്ടേ കയറി കർട്ടൻ കെട്ടി തട്ടും ഫ്രെയിമും കെട്ടിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പൊ നമുക്ക് വായോ. പിന്നെ സൂപ്പർ സ്റ്റാർ ആയതിനു ശേഷം ഞാൻ എന്നാലും നമ്മുടെ പിള്ളേരൊക്കെ ഭയങ്കര മൾട്ടി ടാലന്റഡ് എല്ലാവരും. എല്ലാവരും നല്ലൊരു കൈഡി. പാട്ട്, അഭിനയം. ഇവരെ മൂന്നുപേരെ നമുക്ക് ഇവിടെ സ്റ്റേജിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഫുൾ കുട്ടി പട്ടാളങ്ങൾ എന്ന് പറയുന്ന എല്ലാവരും ഒന്നിനൊന്നും അതെ, 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 അതെ. എടുത്തു പറയാം. എല്ലാവർക്കും എടാ അഖില് ചെയ്യില്ലടാ റോപ്പ്. ബാക്കിയില്ല, നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ബ്രേക്ക് പറഞ്ഞു പോവാം. അല്ല മുണ്ട് കൊടുത്തിട്ടുണ്ട്, വെറുതെ പ്രശ്നവും. ആണോ? ഷഡ്ജം ഇല്ലാത്തോണ്ടാണ്. ഞാനൊരു ട്രൈ നടത്തട്ടെ. ഞാൻ ബ്രേക്ക് പറയുന്നു, ബ്രേക്ക് പറയുമ്പോ ഇങ്ങനെ ബ്രേക്ക് എന്ന് പറയുമ്പോൾ മേളിലേക്ക് പോകുന്നു. പ്രിയ സുഹൃത്തുക്കളെ, കോമഡി മാസ്റ്റേഴ്സിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. പൊക്കിക്കോ. കണ്ടാ? ടിപ്പായി വീണേന്റെ നാണക്കേട് പറയാൻ ഹലോ
പൗലോസ് ഉണ്ടോ? നിങ്ങളുടെ ഭർത്താവ് പൗലോസ് ഉണ്ടോന്ന്? അയാളുണ്ടോ ഉറങ്ങിയോന്നൊക്കെ എനിക്ക് എങ്ങനെ അറിയാം? അല്ല, അയാളിപ്പോ എവിടെയാണ്? 25,000 രൂപയും കൊടുത്ത ഒരു പേഴ്സണൽ ട്രെയിനറെ വെച്ച് ഒരു ഗുണവുമില്ല. അല്ല, ആ ചകിരി തലേന എന്റെ കയ്യിൽ കിട്ടും. ട്രെയിനിങ് പൊളിഞ്ഞായിരുന്നു. ഞാനാണ് ട്രെയിനർ എന്ന് അറിയണ്ട. ഹലോ ഹലോ ഹലോ, നിങ്ങളാരാ? ഞാൻ കൊഞ്ഞനം കുത്തുന്ന പേരോ? റോങ് നമ്പർ. ഇങ്ങനൊരു വാക്ക് കണ്ടുപിടിച്ചില്ലായിരുന്നു ആകെപ്പാട് വിട്ടേനെ. 10:03 ഷാർപ്പ് ടൈം. Who is Mr. അമ്പിളിക്കുട്ടൻ? ഹായ്. പനിയാണോ? പനിയാ. ഓ, ഇപ്പോഴത്തെ പനിയാ, സൂക്ഷിക്കണം. സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനായിട്ട് വരുത്തി വെച്ച പനിയാ. ഞാനായിട്ട് വരുത്തി വെച്ചത്? അതെങ്ങനെ? ഇന്നലെ ഞാൻ ഒരുപാട് മഴ നനഞ്ഞായിരുന്നേ. കുടയൊന്നുമില്ലേ കയ്യില്? കുട ഉണ്ടായിരുന്നു, അത് മടക്കി കശത്ത് വെച്ചേക്കുമായിരുന്നു. അങ്ങനെ കുട മടക്കി വെച്ചിട്ട് പിന്നെ മഴ നനഞ്ഞത്? അത് എനിക്കൊരു പാരാസെറ്റമോളിന്റെ ഗുളിക കളഞ്ഞു കിട്ടി. അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച മഴ നനഞ്ഞു. കഴിച്ചിട്ട് സമാധാനമുണ്ട്. ഓക്കെ, ഞാൻ തേടിയ നാള് നിങ്ങൾ തന്നെയാണ്. ഹായ്, ഹായ്. ഐ ആം ടി വടക്കൻ. അയ്യോ, ഇവിടെ ഒന്നുമില്ല. ഇച്ചിരി പഴകഞ്ഞിരുന്ന് ഞാനെടുത്ത് കുടിച്ച്. എന്തിന്? തീറ്റി എടുക്കാൻ വന്നേന്ന് പറഞ്ഞു. നിന്റെ പേരാണ് പറഞ്ഞത്, ടൈറ്റസ് ടോബിയാസ് വടക്കൻ. ഡെവലപ്മെന്റ് ട്രെയിനർ. ഓക്കെ, അറിയോ അമ്പിളിക്കുട്ടൻ? ഉള്ള അറിയോന്നോ? ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞല്ലേ ഉള്ളൂ. ടി വടക്കനില്ലേ? നിങ്ങൾ അമ്പിളിക്കുട്ടല്ലേ? അമ്പിളിക്കുട്ട. ഓക്കെ, നാട്ടുകാരുടെ ഒരു പ്രത്യേക ഒരു പരിഗണന കാരണമാണ് ഞാൻ വന്നത് ഇവിടെ. ഞാൻ അങ്ങനെ എല്ലായിടത്തും പോകാറില്ല. ബിക്കോസ് നിങ്ങൾ ഒരു പൊതുശല്യം നാട്ടുകാർക്ക് ഉണ്ടാക്കുന്ന ഒരു വാർത്ത ഉണ്ട്. ഞാനാ? അതെ. ആര് പറഞ്ഞു കള്ളം? ആ നാട്ടുകാർ തന്നെ പറഞ്ഞത്. വെറുതെ തെരുവ് പട്ടികൾ വിട്ട് നാട്ടുകാരെ ഉപദ്രവിക്കാറുണ്ടെന്നൊക്കെ. അതങ്ങനൊന്നും അല്ല. തെരുവ് പട്ടികളെടുത്ത് ഞാൻ പ്രതികാരം വീട്ടിയതാണ്. എങ്ങനെയാണ് പ്രതികാരം? എന്റെ പ്രതികാരം കാരണം നാട്ടുകാർക്ക് ഉപകാരമായിട്ട് വരികയും ചെയ്തു. മിസ്റ്റർ അമ്പിളിക്കുട്ടൻ, ഈ തെരുവ് പട്ടികളെ നേരെ ഈ സൈക്കിൾ കയറ്റി ഓടിച്ചിട്ട് അതിന്റെ പുറകെ നിങ്ങൾ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ഓടുന്നതാണോ നാട്ടുകാർക്ക് ചെയ്യുന്ന നന്മ? അതിന് കാര്യമുണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ രാവിലെ പത്രം ഇട്ട് സൈക്കിൾ എട്ടി പോകും. അപ്പൊ ഈ പട്ടികൾ കുറച്ചോണ്ട് എന്റെ പുറകെ ഓടും. ഓക്കെ, അതിന്റെ ബുദ്ധിമുട്ട് അവരും ഒന്ന് മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ പട്ടിയെ കയറ്റി സൈക്കിൾ ഇരുത്തിയിട്ട് അതിന്റെ പുറകെ ഞാൻ കുറച്ചോണ്ട് ഓടും. വെരി ഇന്റലിജന്റ്. നിങ്ങളെ തന്നെയാണ് ഞാൻ കാണാൻ വേണ്ടിയിരുന്നത്. ഇത് പ്രതികാരമായി. അപ്പൊ അങ്ങനെയാണ് അവർക്ക് നന്മ ഉണ്ടാവും നാട്ടുകാർക്ക് ഇതുവഴി. ഗുണമുണ്ട്. എങ്ങനെയാണ്? ഇപ്പൊ ഈ പഞ്ചായത്തിൽ മൊത്തം പത്രം ഇടുന്ന ഈ പട്ടികളായിരിക്കും. മാത്രമല്ല സൈക്കിളിൽ ചവിട്ടി വന്ന് പാലും കറക്കും സൊസൈറ്റിയിൽ കൊണ്ടുകൊടുക്കും. നമുക്ക് മൃഗങ്ങളെ സ്നേഹിക്കാം, ഓക്കെ, അത് മനസ്സിലാക്കാം. പക്ഷേ ഈ മൃഗങ്ങളുള്ള സ്നേഹം നമുക്ക് വീട്ടിലുള്ള മൃഗങ്ങൾ തഴിക്കണം. അതായത് വീട്ടിൽ പെറ്റ് എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എന്നെ എന്തോ നടക്കാവരത്തിന്റെ പൊത്തിന്ന് വലിച്ചെടുത്ത് എന്റെ അമ്മ വെച്ചാണെങ്കിൽ തേങ്ങാത്തലേ അമ്പിളിക്കുട്ടെ രണ്ടും തന്നെ. അതിനകത്ത് വെള്ളമെങ്കിലും ഉണ്ട്, ഇതിനകത്ത് അതുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങള് വീട്ടില് ഈ വളർത്തു മൃഗങ്ങൾ, പ്രാണികൾ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള? ഉണ്ട്. വീട്ടിലിവിടെ ഒരുപാട് പല്ലിക്കുഞ്ഞുങ്ങളുണ്ട്. പല്ലി ഇഷ്ടമാണോ? ഇഷ്ടമാണ്, ഭയങ്കര രസമാണ്. ഞാൻ ഒരു ദിവസം ഒരു പല്ലിക്കുഞ്ഞിനെ പിടിച്ചിട്ട് പച്ച പെയിന്റ് അടിച്ചിട്ട് മച്ചിലോട്ട് കയറ്റി അങ്ങ് വിട്ട്. അതിന് അങ്ങനെ മേളില് ഭയങ്കര വഴക്ക്. ഇതിന്റെ അച്ഛനും അമ്മയായിട്ട് ഇത് ഏവന്റെ ആണടി, എന്റെ മാനം കളയോടി, മേലാൽ ഇനി ആ ഓന്തിനെ നീ കണ്ടുപോകരുത്. ഭയങ്കര വാളോ, ഒരു രസം ഇതൊക്കെ കേൾക്കുമ്പോ. ഓന്തോട്ടുള്ള ഒരു അവഹിതം ഉണ്ടാക്കി വെച്ചല്ലേ? അയ്യോ, കൊള്ളാം കേട്ടോ. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തന്നാൽ മാത്രമേ എനിക്ക് ട്രെയിനിങ് തുടങ്ങാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലേ? അല്ലല്ല, ഇതിനകത്ത് എഴുതി വെക്കണം. എങ്കിലും സാറിന് എല്ലാ കാര്യങ്ങളെല്ലാം കൊടുക്കണ്ടേ, ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണ്ടേ? അതായത് എനിക്ക് ഇനി വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ ഈ വീട്ടില് നിങ്ങളുടെ മാരീഡ് ആണോ? അല്ല, ഞാൻ എന്റെ ഭാര്യയുടെ ആണ്. മനസ്സിലായില്ല? മേരിയുടെ അല്ല, ഞാൻ ഭാര്യയുടെ. എന്റെ ഭാര്യ. നിങ്ങൾ കല്യാണം കഴിഞ്ഞ ആളാണോ? കല്യാണം കഴിഞ്ഞ ആളാണ്. ഓക്കെ, ഭാര്യ നിങ്ങളോട്ട് പിണങ്ങിപ്പോയല്ലേ? പിണങ്ങിപ്പോയി. എന്തായിരുന്നു കാരണം? ഒരു ദിവസം ഒരു പാറ്റ ഇതുവഴി ഇങ്ങനെ പോയി. അയ്യോ, അവള് പേടിച്ച് അലറി വിളിച്ച് കട്ടിലിന്റെ മൂല പോയി ഇങ്ങനെ വിറയ്ക്കുന്നു. അപ്പൊ ഞാൻ ആ പാറ്റയുടെ അടുത്ത് ചോദിച്ചു, നിനക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നടാ? നമ്മളെ കണ്ടി പറ്റുന്നില്ലല്ലോ. പറഞ്ഞു തെറിഞ്ഞോട്ടൊന്നും എന്റെ നേരെ ചാടി ഒരു കയറ്റം. ദേഷ്യം വന്ന് ഞാൻ പറഞ്ഞു, എന്റെ നേരെ എങ്ങനെ വരരുത്, മൂക്കാമണ്ട ഇടിക്കാൻ പൊട്ടിക്കുന്നു. നിങ്ങൾക്ക് ദേഷ്യം കൂടുതലാ. പറഞ്ഞു തീർന്നത് ഒറ്റ ഇടി. അയ്യോ, പിന്നെ ഒരാഴ്ച അവളെ കണ്ടതേ ഇല്ല. ഇറങ്ങി പോയി കാണും. ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കുവോ? പോയില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് എന്റെ കണ്ണിന്റെ നീരൊക്കെ പറ്റിയപ്പോ അവളെങ്ങനെ മിനുമിനാന്ന് കാണാൻ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കാണ് കിട്ടിയത്? എനിക്കാ കിട്ടിയത്. പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കും, നിങ്ങളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ ഭാര്യയായിട്ട് പിണക്കത്തിലാണെങ്കിലും ഭാര്യയായിട്ട് ഭയങ്കര സ്നേഹമാണ് നിങ്ങൾക്ക് ഉള്ളില്. നിങ്ങളുടെ ഭാര്യയുടെ പേര് സുമ എന്നല്ലേ? അത് പച്ചോത്തി വെച്ചേക്കുന്നത്? അയ്യോ, സുമ എന്റെ അളിയന്റെ ഭാര്യയാണ്. പിന്നെ നിങ്ങൾ എന്തിനു മുഖത്ത് പച്ചോത്തി വെച്ചേക്കുന്നത്? അത് പച്ചോത്തിയല്ല, അളിയൻ കല്യാണം മുതലോട്ട് ഇടിച്ചു തന്നെ. ഇപ്പോ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ ഈ വീട്ടിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. ആ നെഗറ്റീവ് എനർജി കാരണമാണ് നിങ്ങൾ ചെയ്യുന്നത്. എനിക്ക് നെഗറ്റീവ് എനർജി കണ്ടുപിടിക്കാൻ പ്രത്യേക കഴിവുണ്ട്. നിങ്ങൾ സൈക്കാട്രിസ്റ്റ് ആണോ? അങ്ങനെ ഒരു ത്രെഡ് ഇട്ടാണ്, പക്ഷെ അതിനകത്ത് കൗണ്ടർ ഇല്ലാത്തതുകൊണ്ട് എല്ലാം കൂടി അതിനകത്ത് കയറ്റി. ഓക്കെ, ഈ വീടിന്റെ കിഴക്ക് വശം എന്ന് പറയുന്നത് ഇതാണോ? നിങ്ങളിലായിരിക്കും മിക്കവാറും നെഗറ്റീവ് എനർജി വരുന്നത്.
ഓക്കെ റെഡി സാർ സ്കിറ്റ് തുടങ്ങാം ചെറിയ ടച്ചപ്പേ ഉള്ളൂ ഞാൻ തന്നെ ടച്ചപ്പ് പോയാണ്. നെഗറ്റീവ് എനർജി അവിടെ കിടക്കട്ടെ. കൃത്യമായിട്ടുള്ള കാര്യം എനിക്ക് അറിയണം. അതായത് ഇപ്പോ നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും വിഷമങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷെ പഠിക്കാനായിട്ട് ബുക്ക് അങ്ങോട്ട് തുറന്നു വെച്ചാ വെള്ളം അടിച്ചോണ്ട് വന്നിട്ട് ഭയങ്കര ബഹളം, ബുക്ക് വലിച്ചു കീറും, പെങ്ങന്മാരെ പിടിച്ച് തള്ളും, അമ്മയെ ചീത്ത വിളിക്കും, വീട്ടിലെ സാധനങ്ങളൊക്കെ അടിച്ചു പൊട്ടിക്കും. ഒരു സമാധാനമില്ല. അമ്പിളിക്കുട്ടൻ, മടുത്ത്. മിക്ക വീടുകളിലും കാണും ഇങ്ങനെ കുറെ അച്ഛന്മാര് മക്കളെ പഠിക്കാൻ സമ്മതിക്കില്ല. ഭയങ്കര ദുരിതമായിരിക്കും. ക്ഷമിക്കണ്ട. എന്റെ അച്ഛൻ വെള്ളം അടിക്കൊന്നുമില്ല. പിന്നെ ഇത് ആരെ കാര്യം പറഞ്ഞത്? ഞാൻ തന്നെ. ഇനി ഇന്നും ഇതൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു കൈസഹായത്തിന് പോലും ആരുമില്ല. അറിയാമോ അമ്പിളിക്കുട്ടൻ, നിങ്ങൾ മാന്യമായിട്ട് എല്ലാവരോടും പെരുമാറണം, സ്നേഹമായിരിക്കണം. നിങ്ങളുടെ ഭാര്യ വീട്ടുകാരായിട്ട് നിങ്ങൾ എങ്ങനെയാണ്? നല്ല സ്നേഹത്തിലാണോ? ഭാര്യയുടെ അമ്മ അച്ഛൻ? ഇപ്പൊ കാണിച്ചു തരാം. എന്റെ അമ്മായിയമ്മയെ വിളിക്കാം. സ്നേഹത്തോടെ സംസാരിക്കണം കേട്ടോ. കേട്ടോണേ. ഓക്കെ. ഹലോ ഹലോ, എന്താണ് അമ്പിളിക്കുട്ടാ? അവളവിടെ ഉണ്ടാ? അവളെ പറ്റി നിന്നോട് അന്വേഷിക്കരുത് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. അവളെ എന്തൊക്കെ വന്നാലും നിന്റെ കൂടെ വിടത്തില്ല. അതെനിക്കറിയാം. പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചത്? നിങ്ങളെ നശിച്ച നാക്കിന്നത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോ ഒരു സുഖം. നായിലാണ് നിർത്തിയത്. നത്തിന്റെ മോൻ നാണം കേട്ടോ. ആ പോട്ടെ, നമ്മളെന്തിനാ കവറിഞ്ഞിട്ട് നാറാൻ നിൽക്കുന്നത്? ഓക്കെ അമ്പിളിക്കുട്ടൻ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഉപദേശം തരാൻ കൃത്യമായ ഒരാളില്ല. ഒരു മുതിർന്ന ഒരാൾ വീട്ടിൽ വേണം. ഉണ്ടായിരുന്നു. ആര്? എന്റെ അപ്പൂപ്പൻ. ആണോ? അപ്പൂപ്പൻ ആളെങ്ങനാ? അപ്പൂപ്പൻ ഞാനെന്ന് വെച്ചാൽ ജീവനായിരുന്നു. ആണല്ലേ? അപ്പൂനോ? അപ്പൂപ്പന്റെ ജീവൻ പോയല്ലോ. അതെങ്ങനെ? അപ്പൂപ്പന് ഭയങ്കര ഈ ആള് മറ്റേ ഇതുണ്ടല്ലേ, മറ്റേ ഈ അഗസ്തി കൂടം, അത് കണക്കിരിക്കും. എന്ന് വെച്ചാ ലാബിലൊക്കെ കാണൂല എല്ല് ഇങ്ങനെ വെച്ചിട്ട് അസ്ഥി കൂടം. അത് കണക്കിരിക്കും. അപ്പൊ പുള്ളിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. 90 വയസ്സുണ്ടേ ഈ അമ്മുമ്മേരെ ഈ പേര് ഇവിടെ ഒന്ന് ടാറ്റു കുത്തണം. ആയ മനുഷ്യനല്ലേ, നമ്മളല്ലേ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. ഞാൻ നേരെ ടാറ്റു സെന്ററിൽ കൊണ്ടുപോയി ടാറ്റു അടിക്കുന്ന മെഷീൻ ഓൺ ചെയ്ത് ഇങ്ങനെ വരച്ചോണ്ടിരിക്കുക. അപ്പൊ അപ്പൂപ്പന്റെ എല്ലും ടാറ്റു അടിക്കുന്ന മെഷീനും തമ്മിൽ ഒരഞ്ഞിട്ട് തീ പിടിച്ച് ആദ്യം അപ്പൂപ്പ കത്തി, പിന്നെ ടാറ്റു സെന്റർ കത്തി, ടാറ്റു അടിക്കുന്നവൻ നിന്ന് കത്തി. അങ്ങനൊരു വല്ലാത്തൊരു സാഡ് സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഇമ്പാക്ട് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്നു. അമ്പിളിക്കുട്ടൻ ആദ്യം വായന തുടങ്ങണം. പുസ്തകങ്ങളെ സ്നേഹിക്കണം. ഒരുപാട് പുസ്തകങ്ങളെ സ്നേഹിച്ചേ പറ്റും. പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? പിന്നെ ഞാൻ ഇന്നലെ കൂടെ നോവൽ വായിച്ചില്ല. ഒരു ദിവസം ഒരു 10 പേജെങ്കിലും വായിക്കണം. 10 കിടില നോവലായിരുന്നു. 250 പേജ് ഉണ്ടായിരുന്നു. ഒറ്റ ഇരിപ്പ് ഞാൻ വായിച്ചു തീർത്ത്. ഏതാണ് നോവലിന്റെ പേര്? നോവലിന്റെ പേര് എന്തോന്ന് എനിക്ക് ഓർമ്മയില്ല. ഓദറിന്റെ പേര്? ഏതാ ഒരു കൂതറ. കഥാപാത്രങ്ങൾ കേട്ട് എനിക്കറിയാൻ പറ്റും. ഞാനും നോവൽ വായിക്കാറുണ്ട്. കഥാപാത്രങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇഷ്ടംപോലെ കഥാപാത്രങ്ങൾ. മഹാഭാരതം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കഥാപാത്രമുള്ളത് ഇതിനകത്ത്. അത്രയും കഥാപാത്രമുള്ള നോവൽ ഏതാണെന്ന് വില്യം ഷേക്സ്പിയർ. ഇങ്ങനെ സൈഡിൽ മൊത്തം കഥാപാത്രങ്ങളുടെ പേരാണ്, ഇപ്പുറത്ത് കുറെ അക്കങ്ങളും ഇങ്ങനെ വെച്ചിട്ട്. നോവലിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ടെലിഫോൺ ഡയറക്ടറി. അങ്ങനെ ഏതാണ്ടാ. നല്ല രസമായിരുന്നു വായിക്കാൻ, ത്രില്ലിംഗ് ആയിരുന്നു. ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചൂടെ? ജോലിക്ക് വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ ജോലി കിട്ടുന്നില്ല എനിക്ക്. ഒരിടത്തും ജോലിക്ക് ശ്രമിച്ചില്ല. പിന്നെ ഇടയ്ക്ക് ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. മനസ്സിലായില്ല? അത് ഇപ്പൊ നമ്മളൊരു ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ പോയി നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് പൈസ കൊടുക്കില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? നമുക്ക് അവിടുത്തെ പാത്രങ്ങൾ കഴിവിടെ ജോലി തരും. അത് തന്നെ, ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചില്ല, ജോലി കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ കിട്ടിയില്ല. ഇനി ജോലി തിരക്കണ്ട. കാണാനൊക്കെ അത്യാവശ്യം നല്ല സുന്ദരനാണ്. ഒരു സിനിമയിലും എല്ലാം ചാൻസ് ചോദിച്ചൂടെ? ഞാനാ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പൈസ കൊടുത്തെങ്കിൽ സിനിമയിൽ അഭിനയിക്കും. സിനിമയിൽ അഭിനയിച്ചാൽ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും. ഇങ്ങോട്ട് പൈസ കിട്ടുമോ? ഇങ്ങോട്ട് പൈസ കിട്ടുമെന്നാ. പിന്നെ ആ ചേതാമനും നോബിയൊക്കെ പ്രൊഡക്ഷൻ ഫുഡ് ഇതിനാണ് അവിടെ പോയി കിടക്കണത്. ഇപ്പൊ ഉറക്കം കിട്ടാറുണ്ടോ? ഇല്ല, ആരും പതുക്കെ തരാറില്ല, ഉറക്കം തന്നെ തരുന്ന കിട്ടാറുണ്ട്. നിങ്ങൾക്ക് അടി കിട്ടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉറക്കം കിട്ടാറുണ്ടോ? പിന്നെ വേറെ കാര്യമാണ്, ഞാൻ എപ്പോ ഉറങ്ങിയാലും ഒരു 10,000 രൂപ എടുത്ത് എന്റെ പോക്കറ്റ് വെച്ചിട്ട് ഉറങ്ങാറുള്ളൂ. അതിന് ഉറങ്ങുമ്പോൾ 10,000 രൂപ വെക്കുന്നത് അബദ്ധവശാൽ നമ്മൾ ഈ സ്വപ്നത്തിൽ അമേരിക്കയിലെങ്കിലും ചെന്ന് പെട്ട് നമ്മൾ പൈസ ഇല്ലാതെ തെണ്ടി പോവല്ലോ. ഭാഷ അറിഞ്ഞൂടാ. ഇംഗ്ലീഷ് ഭാഷാ സഹായം കൂടെ വാങ്ങിച്ചു വെച്ചോ. വെക്കാം നാളെ. ഭാഷ അറിയണ്ടേ? അതെ, അങ്ങനെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഈ ഉറക്കത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാനുള്ള സ്വപ്നം കാണാറുണ്ട്. എന്നെ ഈ പ്രേതവും ഭൂതവും പിശാചൊക്കെ ഇങ്ങനെ ആക്രമിക്കാൻ വരും. എനിക്ക് ഭയങ്കര പേടിയാണ് ഭൂതവും പ്രേതവും പിശാചും. സോ സാഡ്, സോ സില്ലി. നിങ്ങളിപ്പോ ഏത് യുഗത്തിലാണ് താമസിക്കുന്നത്? ഈ യുഗത്തില് എന്ത് ഭൂതം പ്രേതം? അതൊക്കെ ഒരു അന്ധവിശ്വാസം മാത്രമാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. അന്ധവിശ്വാസം മാത്രമാണ് തികച്ചും. സെക്കൻഡ് അന്ധവിശ്വാസം. അമ്മ ഹലോ അമ്മ, പറയമ്മ. ഇല്ല അമ്മ, ട്രെയിനിങ്ങിന് നിക്കണുള്ളമ്മ. 7 മണിക്ക് മുന്നേ വീട്ടിൽ വരും അമ്മ. വരും അമ്മ. പിന്നെ അഥവാ 9 മണി അങ്ങനെ ആയപ്പോയാലേ അമ്മ ഇറക്കത്തിന്റെ അവിടെ ചിമ്മിനി വിളക്കുമായിട്ട് നിൽക്കുവോ അമ്മ? ഇല്ലമ്മ, പള്ളിപ്പറമ്പ് വഴി വരൂല. എനിക്കറിയാം അവിടെ പാക്കാന്ത ഉണ്ടെന്ന്. ശരിയമ്മ, പെട്ടെന്ന് വരാം അമ്മ. അമ്മ ബാവച്ചിക്ക് അമ്മ. ശരിയമ്മ.
മിസ്റ്റർ അമ്പളിക്കുട്ടൻ, ഞാനിത് പറഞ്ഞു വന്നത്, അതായത് ഈ അന്ധവിശ്വാസം നമ്മളത് തീർത്തും അത് കളയണം. ഈ കാലഘട്ടത്തിൽ അന്ധവിശ്വാസം ഇല്ല. കണ്ടാ പല്ലി അലച്ചു. ഇല്ല പല്ലിയാണ് ഞാൻ പച്ച അടിച്ചോട്ടെ തന്തയില്ലാത്തവനേടാ. എന്താ മിസ്റ്റർ അമ്പളിക്കുട്ടൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഭാര്യ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യ കാരണം നിങ്ങൾക്കുണ്ടായ ആ ശല്യം, ആ ഉപദ്രവം, ഡിസ്റ്റർബൻസ് എന്താണ്? ഞാൻ വെറുതെ ഉറങ്ങി കിടക്കുമ്പോ ഭാര്യ വരുന്നു, എന്നെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, ഐ ലവ് യു എന്ന് പറയുന്നു. ഇതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇത് ഡെയിലി ഉണ്ടോ? എന്നും ഉണ്ട്. വേറെ തോന്നരുത്. തൽക്കാലത്തേക്ക് ഞാൻ ഇപ്രാവശ്യം അമ്പളിക്കുട്ടൻ കളിക്കട്ടെ. ഒരു കാര്യം ചെയ്യണം. ഞാൻ പറയുന്ന കാര്യം 20 ദിവസം കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ട് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നേറാൻ പറ്റും. നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആയി വരികയും ചെയ്യും. നമ്മൾ ആദ്യം നമ്മളെ വിശ്വസിക്കണം. സെൽഫ് കോൺഫിഡൻസ് വേണം. രാവിലെ 21 ദിവസം 21 പ്രാവശ്യം ഉച്ചത്തിൽ ഉറക്കെ ആര് തടഞ്ഞാലും നിർത്തരുത്. നിങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം, ഞാൻ സൂപ്പറാണ്, ഞാൻ ഏറ്റവും മികച്ചവനാണ്, ഇന്നത്തെ ദിവസം എന്റേതാണ്, ഞാൻ എന്റെ ഭാര്യയെ ഒരുപാട് സ്നേഹിക്കും, ഞാൻ ഇഷ്ടപ്പെടും, ഉമ്മ വയ്ക്കും, കെട്ടിപ്പിടിക്കും, എന്റെ ഭാര്യയിൽ എനിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ നാളെ ലോകത്ത് എന്റെ പേരിൽ അറിയപ്പെടും. ഇത് ഉച്ചത്തിൽ വിളിച്ചു പറയണം. ആര് തടഞ്ഞാലും നിർത്തരുത്. എന്റെ ട്രെയിനർ സൂപ്പറാണ്, അതൊക്കെ പിന്നെ പറയാം. എന്റെ ട്രെയിനർ കഴിവുള്ളവനാണ്, എന്റെ ട്രെയിനർ എന്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കും, ഐ ലവ് യു എന്ന് പറയും, എന്റെ ഭാര്യയിൽ എനിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ നാളെ എന്റെ ട്രെയിനറിന്റെ പേരിൽ അറിയപ്പെടും. എന്റെ ട്രെയിനർ സൂപ്പറാണ്, എന്റെ ട്രെയിനർ കഴിവുള്ളവനാണ്, എന്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, എന്റെ ഭാര്യയെ ഐ ലവ് യു എന്ന് പറയും, എന്റെ ഭാര്യയിൽ എനിക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ നാളെ എന്റെ ട്രെയിനറിന്റെ പേരിൽ അറിയപ്പെടും. എന്റെ ട്രെയിനർ കഴിവുള്ളവനാണ്, എന്റെ ട്രെയിനർ സൂപ്പറാണ്. ഞാൻ ഇനി മുതൽ ടി വടക്കനല്ല, ടി അമ്മണിക്കുട്ടൻ വടക്കൻ. നിന്നെ പോലെ നാട്ടുകാരെ ഇങ്ങനെ ഭ്രാന്തെടുപ്പിക്കാം. ഒരു മിനിറ്റ്, ആന്റി പോട്ടാ. ഹലോ, എന്താ ഈ ആന്റി? ആരാ ആന്റി? ഏത് ആന്റി? ചുമ്മാ ചേച്ചി, ആന്റി ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് പറഞ്ഞതാ. പോടെ വാ. ബാഗി ജീൻസും തൂക്കുമണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാൻ 100cc ബൈക്കും അതിലൊരു പൂജാഭട്ടും വേണം. അറുപോറാണേ മാറ്റിനി കാണാം. എന്റെ ദൈവമേ, കണ്ട കിടക്കുന്ന ഫ്ലൈറ്റ് കണ്ട എനിക്ക് കൊതിയാവണ്. ഇന്നത്തെ ടെസ്റ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് പൈലറ്റാണ്, പൈലറ്റ്. എനിക്കറിയാം ഒന്ന് പറക്കാൻ കൊതിയായിട്ട് വയ്യ. എനിക്ക് പറക്കാൻ കൊതിയാവുന്നു. എനിക്ക് ആദ്യമായിട്ട് പൈലറ്റ് ആയി കഴിഞ്ഞാല് അതുകൊണ്ട് അതിലൊന്ന് കയറണം. അത് ഏണിയല്ലേ? കണ്ണും കണ്ടു സാറിന് പറയല്ലേ. അല്ല, നമ്മുടെ പല ബാച്ചായോണ്ട് പരസ്പരം പരിചയപ്പെടാൻ പറ്റിയില്ല. എന്റെ പേര് സജി. എന്റെ പേര് അനന്ത്. പേര് പ്രതീക്ഷ. കല്യാണം കഴിഞ്ഞ? ഇല്ല. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഭൂമിയിൽ എങ്ങനെയാണോ നിൽക്കുന്നത്? മൊത്തം എയറിലായിരിക്കൂലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ പോകാൻ കാണിച്ചാണോ? അല്ല, ഞാൻ തിരിച്ച് ഇങ്ങനെ സല്യൂട്ട് അടിച്ചപ്പോ നിൽക്കാല്ലോ അല്ലേ? എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. 1000 പേരിൽ നിങ്ങൾ 3 പേരെയാണ് പൈലറ്റ് ട്രെയിനിങ്ങിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്. സന്തോഷിക്കാൻ വരട്ടെ. എന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, അതിനും കൂടെ ഉത്തരം പറഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് പൈലറ്റ് ആക്കാൻ പറ്റുള്ളൂ. ഇനി വരൂ. എന്താണ് പേര്? പേര് സജി, കാഞ്ഞിരക്കുളം. ആണല്ലേ? സജിത്തിന്റെ പ്രൊഫൈൽ എന്താണ്? പ്രൊഫൈൽ രാവിലെ പട്ടയം പിടിച്ചിട്ട് പൂവും പിടിച്ചോണ്ടിരിക്കണത് 14K ഉണ്ട് സാർ. എന്റെ വാട്സപ്പിലെ പ്രൊഫൈൽ അല്ലേ ഞാൻ ചോദിച്ചത്. ഇതിലോട്ട് വരാനുള്ള കാരണം എന്താന്നാ ചോദിച്ചത്. സാർ, എന്റെ ഭാര്യയാണ് എന്റെ പ്രചോദനം. ആണോ? ഞാൻ കാർ എടുത്തോണ്ട് പുറത്തോട്ട് ഇറങ്ങി ഞാൻ അപ്പൊ അവള് ഓടി എന്റെ കാറിൽ കയറും. വഹിക്കേണ്ട കംപ്ലീറ്റ് സാധനങ്ങളും വാങ്ങിക്കും, എന്റെ പൈസ തീർക്കും. ഇത് ഫ്ലൈറ്റ് ആകുമ്പോഴേ ഞാൻ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ കൂടെ കയറിയാലും ആകാശത്ത് നിന്ന് കഴിഞ്ഞാൽ കടകളൊന്നും ഇല്ലല്ലോ. അതോ മേഘം വേണം നമ്മളോട് ചാടി കഴിഞ്ഞാൽ അതോടെ പുല്ല് ശല്യം തീരുമല്ലോ. ഓക്കെ, പൈലറ്റ് ആകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്താണ് പേരെന്താണ്? അനന്തു സാർ. അനന്തു പൈലറ്റ് ആകാൻ എന്താണ് തീരുമാനം എടുക്കാനുള്ള കാരണം? സാറേ, ഞാൻ ആദ്യം തന്നെ ഒരു ബൈക്ക് എടുത്തായിരുന്നു. ഈ ബൈക്ക് എടുത്ത് പുറത്തിറങ്ങിയപ്പോ തന്നെ അച്ഛനെ ഇടിച്ചു. പിന്നെ ഞാൻ ഒരു ഓട്ടോ എടുത്തു, അതുകൊണ്ടാണ് അളിയനെ ഇടിച്ചു. പിന്നെ മനസ്സിലായി ഞാൻ വണ്ടി എടുത്താൽ എന്റെ കുടുംബം കാണൂല. എനിക്ക് റോഡല്ല എനിക്ക് സേഫ്, റോഡിലാകുമ്പോ ആരുമില്ല, പറന്നൊക്കെ നടക്കാനോ. അപ്പൊ ഇനി എന്റെ ജീവിതം ഏറല്ലേ. അങ്ങനെ ആകാശത്തിലെ പരുന്തും പറവയ്ക്കൊക്കെ ഇനി കഷ്ടകാലം എന്ന് പറയാം അല്ലേ? എന്താണ് പേര്? പ്രതീക്ഷ. പ്രതീക്ഷയിലാണ് എനിക്ക് പ്രതീക്ഷ. പ്രതീക്ഷ ഇതിലോട്ട് വരാൻ എന്താണ് കാരണം? സാർ, ഞാൻ ഇരുന്നിരുന്ന ഒരു റീൽസ് ഇട്ടു. ആ റീൽസ് അങ്ങ് ഭയങ്കരമായിട്ട് എയറിലായി. പിന്നെ എനിക്ക് റോഡിൽ ഇറങ്ങി നടക്കാൻ വയ്യ, എയറിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങ് പിന്നെ എയറിൽ തന്നെ അങ്ങ് പോവാന്ന്. അതാ ഞാൻ അതുകൊണ്ടാണ് വരാൻ കാരണം അല്ലേ? സജിത്ത്, പൈലറ്റ് ആകുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത്യാവശ്യം അറിയാം സാർ. ആ കിടക്കുന്ന ഫ്ലൈറ്റ് കണ്ടോ?
ആ ഫ്ലൈറ്റിന്റെ പേരെന്താണ്? അവിടെ കിടക്കുന്നല്ലേ? അവിടെ കിടക്കുന്നത് സാർ അതാണ് അവിലോ എയർലൈൻസ്. അവിലോ എയർലൈൻസ്. ഓക്കെ അനന്തു, ആ അവിലോ എയർലൈൻസിന്റെ തൊട്ടിപ്പുറത്തെ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ടോ? ആ ഫ്ലൈറ്റിന്റെ പേരെന്താണ്? പൊരിയോ എയർലൈൻസ്. പൊരിയോ എയർലൈൻസോ? അല്ല അവലിന്റെ അടുത്ത് പൊരിയല്ലേ സാറേ കിടക്കുന്നത്? പ്രതീക്ഷയിലാണ് എന്റെ പ്രതീക്ഷ. ഈ രണ്ട് ഫ്ലൈറ്റിന്റെ നടുക്ക് ഒരു ഫ്ലൈറ്റ് കിടക്കുന്നു നോക്കി. ആ ഫ്ലൈറ്റിന്റെ പേരെന്താണ്? പഴമോ എയർലൈൻസ്. പഴമോ എയർലൈൻസോ? അല്ല അവിലും പൊരിയും വരുമ്പോ നടുക്ക് പഴം വേണമല്ലോ. നിങ്ങൾ എങ്ങനെ പൈലറ്റ് ആകും? ഒരൊറ്റ ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യമാണ് പൈലറ്റ് ആകാൻ വേണ്ടി. അനന്തുവിനോടാണ്. അനന്തു പൈലറ്റ് ആയെന്ന് കരുതുക. പൈലറ്റ് ആയി കഴിഞ്ഞാൽ അനന്തു ഒരു വിമാനം എടുത്തോണ്ട് ഒറ്റയ്ക്ക് യാത്ര പോവുകയാണ്. അനന്തു ഇങ്ങനെ വിമാനം എടുത്ത് ഇങ്ങനെ 100-110 ഇങ്ങനെ പോവാണ്, പാഞ്ഞു പോവുകയാണ്. അന്നേരം എതിരെ ഒരു ഫ്ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അനന്തു എന്ത് ചെയ്യും? വെരി ഗുഡ്. ഇതുപോലെ ഒഴിഞ്ഞു മാറണം. ഒഴിഞ്ഞു മാറിയല്ലേ കേട്ടപ്പോ തന്നെ എന്റെ ചെവിയുടെ ഇയർ ബാലൻസ് പോണേ. ഓപ്പോസിറ്റ് പ്ലെയിനൊക്കെ വരുമോ? അങ്ങനെ ഓപ്പോസിറ്റ് പ്ലെയിൻ പൈലറ്റ് ആകും എന്റെ അനന്തു. സത്യനോട് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മളൊരു ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ചെയ്യേണ്ട ഫ്ലൈറ്റ് മുമ്പിൽ വന്നിട്ട് 2 ബക്കറ്റിൽ ഷാമ്പൂട്ട് കലക്കി കുറച്ച് വെള്ളം എടുത്ത് ഗ്ലാസ്സിലോട്ട് ഒഴിക്കണം. എന്നിട്ട് തോർത്ത് വെച്ച് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കണം. തമിഴ്നാട്ടിലൊന്ന് പാണ്ടിലോറി അല്ല, ഫ്ലൈറ്റാ. അതല്ല ഞാൻ ചോദിച്ചത്. നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ എന്ത് റെക്കോർഡാണ് ആദ്യം ഇടണ്ടേ? സാർ ആദ്യം ഒരു ഭക്താന് ഇടണം. കുഴപ്പമില്ല. അതല്ലെന്ന്, തന്റെ റെക്കോർഡിക്കൽ പരമായ കാര്യങ്ങളൊക്കെ ഫ്ലൈറ്റിൽ വേണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലൈസൻസ് ഒക്കെ അത് വെച്ചോളാം. സാർ എനിക്കൊരു സംശയം. പ്രതീക്ഷ ചോദിക്കും. സാർ നമ്മള് ഫ്ലൈറ്റ് ഇങ്ങനെ പോവല്ലേ, അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ ലൈറ്റ് ഇങ്ങനെ മിന്നി മിന്നി കത്തൂലേ സാർ? അതെന്തുകൊണ്ടാണ് സാർ? അത് ഈ അന്തരീക്ഷത്തിൽ കൂടെ എന്ത് സാധനം പോയാലും ഇങ്ങനെ മിന്നി മിന്നി കത്തിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് മിന്നാമിനിങ് അന്തരീക്ഷത്തിൽ പോകുമ്പോൾ നമ്മൾ കാണാറില്ലേ അതിന്റെ മൂട്ടിൽ ഇങ്ങനെ മിന്നി മിന്നി കത്തുന്നത്? അന്തരീക്ഷത്തിൽ കൂടെ എന്ത് സാധനം പോയാലും മിന്നി മിന്നി കത്തും. ഞാൻ പറഞ്ഞു കിട്ടിയായിരുന്നോ? അപ്പൊ ഈ പറന്ന് നടക്കുന്ന എന്ത് മിന്നി മിന്നിയായിരിക്കും. അല്ല സാറേ, പറന്ന് എന്ത് പോയാലും മിന്നി മിന്നിയായിരിക്കും. മിന്നി കേറുവാണല്ലേ സാർ? എനിക്കിട്ട് ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ ആക്കിയതാ. അഭിപ്രായം പറയാൻ ഞാനുണ്ട് ഇവിടെ കേട്ടോ. പ്രതീക്ഷയ്ക്ക് വരും. ഇപ്പൊ ഞാൻ ബൈക്ക് ഓടിക്കണമെങ്കിൽ നമ്മൾ 8 എടുക്കണം, കാർ ഓടിക്കണമെങ്കിൽ H എടുക്കണം. അങ്ങനെയാണ് ഫ്ലൈറ്റ് ഓടിക്കണമെങ്കിൽ നമ്മൾ എന്താണ് എടുക്കേണ്ടത്? അയ്യോ, വെരി ഗുഡ്. അയ്യോ, നേരെ അയ്യക്ക് പോകുക, വട്ടത്തിൽ പോയി എടുക്കുക, പറന്നു പോകുക. അയ്യോ, സാറേ എനിക്കൊരു സംശയമുണ്ട്. സാറേ നമ്മളെ എല്ലാ വാഹനങ്ങളാണല്ലോ സാറേ, ഈ KSRTC ബസ്സും ഫ്ലൈറ്റും തമ്മിലുള്ള വ്യത്യാസം സാറിന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു തരൂലേ. ഈ ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫ്ലൈറ്റിനകത്തുകൂടി നമുക്ക് ഇങ്ങനെ നടക്കാം. ഹായ് മൈസി, ഹൗ ആർ യു, വേർ ആർ യു ഗോയിങ്? ഇങ്ങനെ നടക്കാൻ പറ്റും. പക്ഷെ KSRTC ബസ്സിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. കമ്പി പിടിച്ചോണ്ട് ഇങ്ങനെ അങ്ങോട്ട് മാറിയിരിക്കല്ലോ. സാർ എനിക്ക് കുറെ നാളുകൊണ്ട് ഒരു ഡൗട്ട് ഉണ്ട് സാർ. നമ്മൾ ഈ ഫ്ലൈറ്റിൽ മദ്യം കൊടുക്കുന്നത് എന്തിനാണ് സാർ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മിനിമം അവിടെ 4 മലയാളികളെങ്കിലും ഉണ്ടാകും. ഈ 4 മലയാളികൾ ഉണ്ടാകുമ്പോൾ അവർക്ക് മദ്യപിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അതുകൊണ്ടാണ് ഫ്ലൈറ്റിൽ മദ്യം കൊടുക്കുന്നത്. മദ്യം കൊടുത്തില്ലെങ്കിൽ ഇവർക്കൊരു കിരികിരിപ്പ് ഉണ്ടാകും. ആ കിരികിരിപ്പ് പൈലറ്റ് അറിഞ്ഞാൽ വിഷയമാകും. അതുകൊണ്ടാണ് മലയാളികൾക്ക് മദ്യം കൊടുക്കുന്നത്. ഓട്ടോ ആണെങ്കിൽ ബിവറേജ് ഇറങ്ങിറക്കാം, മറ്റേ ബൈക്ക് പോയാലും എടുക്കാം. എനിക്ക് വേറെ ഡൗട്ട് ചോദിക്കൂ. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഫ്ലൈറ്റ് ഓടിച്ച് ഇങ്ങനെ പോവുകയാണ്. കുറെ തീവ്രവാദികൾ എന്റെ ഫ്ലൈറ്റ് ആക്രമിക്കാൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യണം സാർ? നീ ഒന്നും ചെയ്യണ്ട, നിന്റെ വീട്ടുകാർ ചെയ്തോളൂ. സഞ്ചയനം നല്ല ഇടലി വിടുന്നോടെ കൊടുക്കാൻ മാത്രം നീ പറഞ്ഞാൽ മതി. എനിക്കൊരു സംശയം. നമ്മൾ പൈലറ്റ് ആയി കഴിഞ്ഞാലേ ഈ ഓടിക്കാൻ വേണ്ടി ഇരിക്കുമല്ലോ ഫ്രണ്ടില്, ഇരിക്കുമ്പോ എന്താണ് സാറേ പൈലറ്റ് ഹെൽമെറ്റും ബെൽറ്റും ഇടുന്നത്? നമ്മുടെ നാട്ടിലാണെങ്കിലും ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും മസ്റ്റ് അല്ലേ? അതെ. വളവിലിട്ട് പോലീസ് പിടിക്കും, മരത്തിന്റെ പുറകിലിട്ട് പോലീസ് പിടിക്കും. ഇത് വെച്ചില്ലെങ്കിൽ അതുപോലെ അന്തരീക്ഷത്തിൽ കൂടെ നമ്മൾ പോകുമ്പോഴും സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും മസ്റ്റാണ്. അവിടെ ചെക്കിംഗ് ഉണ്ടോ? പിന്നെ അവിടെ ആകാശത്തിൽ കൂടെ പോകുമ്പോൾ വെളുത്ത മേഘങ്ങൾ കാണത്തില്ലേ? ഈ വെളുത്ത മേഘങ്ങളുടെ പുറകിൽ അവർ മറിഞ്ഞിരിക്കും. അവിടെ വെച്ചാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, പെറ്റിയിരിക്കുന്നത്. എന്തോ ശ്രദ്ധിച്ചോണം. വെള്ള മേഘം കണ്ട് അപ്പൊ ഹെൽമെറ്റ് വെച്ചോണം കേട്ടാ. ഞാൻ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ലൈറ്റ് ഇട്ട് കാണിക്കാം. അവിടെ മേഘമാണല്ലേ? നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്ധനം പെട്ടെന്ന് തീർന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആ കുഴപ്പമില്ല, അളിയനെ വിളിച്ചു പറഞ്ഞാൽ അളിയൻ കൊണ്ടുവരും. അളിയനെ വിളിച്ചോണ്ട് എന്റെ അളിയൻ പക്കാവിടെ വിജു അവൻ കൊണ്ടുവരും. അവൻ എണ്ണ തീർന്നിരിക്കും, അവൻ പാതാളത്തിൽ കൊണ്ടുവരും. എന്റെ അളിയൻ അറിഞ്ഞുകൂടാത്തോളാണ് അവൻ എത്തിക്കും. പിന്നെ അളിയന്റെ അടുത്താണ് കളി. എണ്ണ ഇരുന്ന എന്തിരിക്കും. നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ VIP യാത്ര ചെയ്യാൻ വരും, ബിസിനസ് ക്ലാസ്സിൽ. അപ്പൊ അവരെ നമ്മൾ എങ്ങനെ ആദരിച്ചിരുത്തണം? പൈലറ്റ് മാത്രമായിരിക്കില്ല, ചില സമയത്ത് നമ്മൾ എയർ ഹോസ്റ്റസും ആകണം. എങ്ങനെ ആദരിച്ചിരുത്തണം എന്നൊന്ന് പ്രതീക്ഷ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഒരു ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന VIP അവരെ സ്വീകരിച്ചു. Hello, how are you, Arandu? Yes. Where are you going? I am going in Goa. Okay. You are where are you going? Canada. അവിടെ പോവള്ള. എത്ര സ്ഥലങ്ങൾ കിടക്കണം? അല്ല അവിടെ പോ. Okay, chill. വെൽക്കം. അയ്യോ അണ്ണാ എന്തിനാ അവിടെ
വരി കേറി ഇരിക്കി മറിച്ചിടാതെ ഒരു സിംഗിൾ ആംപ്ലേറ്റ്. സിംഗിൾ ഓംപ്ലേറ്റോ? പിന്നെ ഇവിടെ വീട്ടിലൂടെ നടത്തും പോലെ ഈ പ്രതീക്ഷ എനിക്കൊരു പ്രതീക്ഷയില്ല. എനിക്കുമില്ല. സാറേ ഈ ഫ്ലൈറ്റ് കയറുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഫ്ലൈറ്റ് എടുക്കാൻ പോകുന്ന നേരത്തെ കുറെ നിർദ്ദേശങ്ങൾ കൊടുക്കുമല്ലോ, അത് ഞാൻ കാണാൻ പഠിച്ചിട്ടുണ്ട്. സാറ് വേണമെങ്കിൽ എന്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞുതരാം. അനന്ത് പറഞ്ഞുതരും. ആദ്യം കയറി നിന്നിട്ട് ആൾക്കാർ ഇരിക്കല്ലോ, വന്നിട്ട് മിണ്ടല്ലേ, ബെൽറ്റ് ഇട്ട് മുറുക്കി കെട്ടുക. ആപ്പിൾ എടുത്ത് തിന്നുക. ആപ്പിൾ തിന്നല്ല, ശ്വാസം കിട്ടാം. വെള്ളം അടിച്ച് വിഷയം ഉണ്ടാക്കിയാൽ കൂമിന് കുത്തും. അടിച്ചോണ്ട് മിണ്ടായിരുന്നു ഉറങ്ങിയോളാം. ഇതെന്താ സംഭവം? നമ്മൾ പറഞ്ഞാൽ കേട്ടില്ല, ചത്തു പോകുന്നു. ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾ എല്ലാരും നല്ല ഫിറ്റാ ആണല്ലേ? അതുകൊണ്ട് നിങ്ങളെ പൈലറ്റ് ആക്കാൻ തീരുമാനിച്ചു. അല്ല, ഈ ഒരു ഇതുകൊണ്ട് മാത്രം അങ്ങനെ ഇത് കിട്ടില്ല, ലൈസൻസ് കിട്ടില്ല. ലൈസൻസ് കിട്ടുന്ന ലൈസൻസ് ലൈസൻസ് ദൈവമേ, ഓരോരുത്തർക്ക് എന്തുമാത്രം ടെസ്റ്റ് കഴിഞ്ഞിട്ടാ നമുക്ക് ആദ്യമേ തന്നെ ലൈസൻസ് കിട്ടി. അയ്യോ, ഇത് ലൈസൻസ് അല്ല, കൊച്ചിൻ കാർണിവലിന്റെ ടിക്കറ്റാ. അയ്യോ, എനിക്കും കൊച്ചിൻ കാർണിവൽ കാണാനുള്ള ടിക്കറ്റ്. പക്ഷെ എനിക്ക് മാത്രം അതല്ല ചേട്ടാ. തിരിച്ചു പിടിക്കടാ. അയ്യോ, കൊച്ചിൻ കാർണിവൽ സാർ, കൊച്ചിൻ കാർണിവലിന്റെ ടിക്കറ്റ് എന്തിനാണെന്നോ, എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ കാർണിവൽ നടപ്പുണ്ട്. അവിടെ വലിയൊരു ഫ്ലൈറ്റ് ഉണ്ട്. അതേ 3 പേരുടെ കയറിയിരിക്കുക. അപ്പൊ ഒരു ഹിന്ദിക്കാരൻ വന്ന് തുച്ചിടും, നിങ്ങൾ അന്തരീക്ഷത്തിൽ കൂടെ വട്ടം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ലൈസൻസ് ഇല്ലേ? ഒരു പിണ്ണാക്ക് അറിയാൻ മേലാത്ത നിനക്കൊന്നും ലൈസൻസ് ഇല്ല. നിനക്കൊക്കെ ലൈസൻസ് എന്നാ ഞാൻ എയറിലാകും. ആ എയറിലുള്ള ഫ്ലൈറ്റ് ഞാൻ തന്നെ അങ്ങ് ഓടിച്ചാ പോരെ? സത്യം. മക്കളെ, ഇനി നമുക്കൊരു ടാസ്കിലേക്ക് പോവാം. വാക്കുകൾ കൊണ്ട് നമുക്ക് അമ്മാനമാണ്. ഓക്കെ. ഒരൊറ്റ വാക്കേ ഞാൻ പറയുള്ളൂ. ആ വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സാധനം പറയുക. ഫോർ എക്സാമ്പിൾ എലീന എന്ന് പറഞ്ഞാൽ ഉയ്യോ, ഒറ്റ വാക്ക് വേഗം പറയുന്നു. പട പട പടയെന്ന് പറഞ്ഞു എല്ലാവരും ഞാൻ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു. ഓക്കെ. ഭയം. മൂത്രം. മൂത്രമൊഴിക്കുക. കേട്ടിട്ടില്ലേ? ഭയന്ന് ഉള്ള. ഉള്ളല്ലോ. ആ, അത് ശരി. പോട്ടെ. ദാറ്റ്സ് നൈസ്. പ്രേതം. ഓക്കെ, ഇനി അടുത്ത നോബി ചേട്ടനിലാണ് തുടങ്ങാൻ പോകുന്നത്. പുച്ഛം. നിന്നെ കണ്ടു പറ ചേച്ചി. എലീന. പുച്ഛം എന്ന് പറഞ്ഞ എലീനയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വന്നത്. ശരി, ചേച്ചിക്കുള്ള വാക്കാണ് വരാൻ പോകുന്നത്. സുഖം. രതി നിർവേദം. തൂവൽ. അത് കിട്ടി, ആ ഫീല് കിട്ടി. ബാത്റൂം. രണ്ടും നല്ല ഇമോഷണൽ ഫീലാണ്. സുഖം. അടുത്ത അഖിലിനോടുള്ളതാണ്. ധൈര്യം. ധൈര്യം ശ്രീവിദ്യ. എന്തുകൊണ്ട്? എന്ത് പറയും ധൈര്യം? ശരി, ശരി. ഡയന. അനുജേട്ടൻ. എന്ത് പറഞ്ഞാലും അത് എഡിറ്റിൽ പൊക്കോളും എന്നുള്ള അവളുടെ ധൈര്യം. അത് എഡിറ്റേഴ്സിനോടാണ് നീ നന്ദി പറയുന്നത്. നോബി ചേട്ടാ, 2-ാം തീയതി 2-ാം തീയതി ബെബ്കോ തുറക്കും എന്നുള്ള ധൈര്യമാണോ? പിന്നെ അന്നാണ് ലോണ് പോണത്. അത് പേടിയല്ലേ വേണ്ടത്? അതാണ്, അപ്പൊ ധൈര്യം വേണ്ടേ? ശരി, നമുക്കെങ്കിലും അവസാനത്തെ ഒരു വാക്കോടെ കേൾക്കാവേ. വൈൻഡപ്പ്. വൈൻഡപ്പ്. ഉറക്കം. അഖില് വൈൻഡപ്പ് എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ പൊക്കി ഒരു പൈൻഡപ്പ്. എനിക്ക് വൈൻഡപ്പ് പറയുമ്പോൾ ഒറ്റ കാര്യം പറയാനുള്ളൂ. ഗുഡ് നൈറ്റ്, ടാറ്റ. ഗുഡ് നൈറ്റ്. ബൈ.